നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിലർ ചേർന്ന് പിണറായി വിജയനെ പെയിന്റ് അടിക്കുകയായിരുന്നു. നല്ല വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിക്കാനായിരുന്നു ചിലരുടെ ശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ചാനലുകളെയൊക്കെ അങ്ങോട്ട് കയറി വിളിക്കുന്നു. CPM-ന് താല്പര്യമുള്ള യൂട്യൂബർമാരെയും ക്ഷണിക്കുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി തന്റെ അഭിമുഖം എടുപ്പിക്കുകയാണ് സാക്ഷാൽ മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് ആക്രോശിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ മുഖം പെട്ടെന്ന് കണ്ടു എന്നാണ് ചില മാധ്യമപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തിയത്. പ്രമോദ് രാമനൊക്കെ പറയുന്നത് കേട്ടാൽ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലിരുന്നത് പോലും ഒരു അപൂർവ ഭാഗ്യമാണത്രേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നു, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു, ഇഷ്ടം പോലെ അഭിമുഖങ്ങൾ കൊടുക്കുന്നു. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം, പിണറായി വിജയൻ്റെ ഫുൾ ഫിഗർ, ആകെ പിണറായി മയം. നാട്ടുരാജ്യത്തെ രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അല്ലെങ്കിൽ തന്നെ കഥയിൽ ചോദ്യങ്ങളുണ്ടോ? കോന്നിയിലെ ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ തള്ളിമറിക്കുന്നു. പെട്ടെന്നാണ് ഒരു അന്തംകമ്മി ഉണർന്നത്. ഈ പറയുന്നതൊക്കെ തങ്ങൾക്ക് കിട്ടിയോ എന്ന് അവർക്ക് തോന്നുക സ്വാഭാവികം. അതുകൊണ്ട് തന്നെ അന്തംകമ്മി എഴുന്നേറ്റ് നിന്ന് CMA ഒരു ചോദ്യമെന്ന് പറഞ്ഞു തീർന്നതേ പിണറായി വിജയൻ്റെ ആക്രോശം മുഴങ്ങുന്നു. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പിണറായി വിജയൻ ആക്രോശിച്ചത്. അന്തംകമ്മി തളർന്നു വീണിട്ടുണ്ടാകും. നാട്ടുരാജാവിൻ്റെ വിസർജ്യം പോലും വിശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിലെ അന്തംകമ്മയോടാണ് അവർ ആരാധിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അന്തംകമ്മികൾ അടിമകളാക്കപ്പെട്ടവരാണ്. അവരോട് എന്തുമാവാം മുതലാളിമാർക്ക്. അവരെ അധിക്ഷേപിക്കുകയോ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയോ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊക്കെ പാവം അന്തംകമ്മികൾ ഒരു അംഗീകാരമായി കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീത്ത പറഞ്ഞ അന്തംകമ്മി തലപൊക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടത് തെറ്റായിപ്പോയി എന്നാണ് കോന്നിയിലെ ആ സഖാവ് പറയുന്നത്. താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റ് സ്വദേശിയായ ദാസ് P. ജോർജ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വലിയ പരിഭ്രമം ആ മുഖത്ത്. കോന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് സദസ്സിൽ നിന്നുയർന്ന ഒരു ചോദ്യം. ഇതോടെ മുഖ്യമന്ത്രി കോപാകുലനായി. വീട്ടിൽ പോയി ചോദിക്ക് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഒരു സജീവ CPM പ്രവർത്തകനാണ് ദാസ് P. ജോർജ്. പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. തനി നാട്ടുപുറത്തുകാരൻ, ചോദിക്കേണ്ടത് മുഖത്തു നോക്കി ചോദിക്കും. എന്നാൽ ദാസ് P. ജോർജ് ഇപ്പോൾ ആകെ വിരണ്ടുണങ്ങിയ പരുവത്തിലാണ്. തെറ്റ് പൂർണ്ണമായും തന്റെ ഭാഗത്താണ് എന്ന് ദാസ് P. ജോർജ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ആവേശഭരിതനായി. വീണ്ടും ഭരണം കിട്ടുമെന്ന് തനിക്ക് തോന്നി. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്നാണ് താൻ ചോദിച്ചത് എന്ന് ദാസ് P. ജോർജ് പറയുന്നു. ഇതായിരുന്നു താൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചോദ്യം പുറത്തേക്ക് വന്നില്ല. മുഖ്യമന്ത്രി അങ്ങനെ പ്രസംഗിക്കുമ്പോൾ താൻ അങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. മറുപടിയിൽ വിഷമം തോന്നിയില്ല എന്നാണ് ദാസ് P. ജോർജ് പറയുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റിയാലും തൻ്റെ മനസ്സിലുള്ള ഈ ചോദ്യം ചോദിക്കും. വേദിയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഒരു ചോദ്യവുമായി ഒരു അന്തംകമ്മി എഴുന്നേൽക്കുക, ഇതിൽ പരം അപമാനമുണ്ടോ നാട്ടുരാജാവിന്? അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അപ്പോൾ ദാസ് P. ജോർജിനെ അടിച്ചിരുത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ ജനകീയനായി അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു LDF നടത്തിയത്. അത് അടപടലം പാളി എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം G. സുധാകരൻ്റെ പ്രവൃത്തിയെ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയെ അതേ ഭാഷയിൽ എടുത്തിട്ടൊടുക്കുകയാണ് ഇപ്പോൾ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പഴയ വീഡിയോ ആരൊക്കെയോ കുത്തിപ്പൊക്കി സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാക്കിയിരിക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ആരോ ഒരു ചോദ്യം വിളിച്ചു ചോദിക്കുന്നു. മുഖ്യമന്ത്രി ബിവറേജസിൽ താൻ വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. മദ്യത്തിന് വില കൂട്ടി മദ്യം സാധാരണക്കാരന് ലഭ്യമല്ലാത്ത തലത്തിലേക്ക് ഉയർത്തുന്നു എന്ന തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരു പ്രസംഗം കാച്ചുന്നു. ഉടനെ ഈ വില കൂട്ടിയത് ശരിയാണോ എന്ന തലത്തിൽ സദസ്സിൽ നിന്നുയർന്ന ചോദ്യം. അതിനെ സരസമായി നേരിടുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ആ ചോദ്യം കേട്ടതും ഉത്തരം പറഞ്ഞതുമൊക്കെ.
കുറച്ചുപേരെ ഇതൊക്കെ അസന്തുഷ്ടരാക്കും എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയാൻ ഒരു ജാള്യതയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് വരുന്ന കടുത്ത ഭാഷാ പ്രയോഗത്തിലെ 2ാം അധ്യായമാണ് ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്ക്. ഇതിനു മുൻപ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തര പരാമർശം ഏറെ വിമർശനങ്ങൾ വാങ്ങിയിരുന്നു. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ജി സുധാകരൻ കാണിച്ച വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പഴയ പരനാറി പ്രയോഗമുണ്ടാക്കിയ വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജി സുധാകരൻ ചെയ്തതിനെക്കുറിച്ച് പറയാൻ തൻ്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല, ഇത് ചെറ്റത്തരമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ജി സുധാകരൻ കട്ടയ്ക്കും പിണറായി വിജയന് മറുപടിയും കൊടുത്തു. അച്ഛനും അമ്മയും ഇട്ട പേരാണ് സുധാകരൻ, അത് മാറ്റി സുധാകുരൻ എന്നുവരെ വിളിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി എനിക്ക് പുതിയൊരു പേരിട്ടു, ചെറ്റ. ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ചെറ്റപ്പുരയിൽ താമസിക്കുന്നവരെയാണ് അദ്ദേഹം അപമാനിച്ചത്. സുധാകരൻ പറഞ്ഞു, പോടാ ചെറ്റെ എന്നൊരു പ്രയോഗമുണ്ടെന്നും ഭാഷയുടെ അർത്ഥാന്തരങ്ങൾ മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി ഈ പദം ഉപയോഗിച്ചതെന്നും സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് സുധാകരൻ പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം നടത്താൻ പാടില്ല. താൻ മുഖ്യമന്ത്രിയെ ഒന്നും വിളിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് ഇത്തരം പരാമർശങ്ങൾ വ്യക്തമാക്കുന്നുവെന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. നേരത്തെ ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവിയെന്നും ഒരു എംപിയെ പരനാറിയെന്നും വിളിച്ചാക്ഷേപിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി TP കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കുലംകുത്തിയെന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു. എത്രയെത്ര കടുത്ത മ്ലേച്ഛമായ ഭാഷാപ്രയോഗങ്ങളാണ് പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് കിഫ്ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കൊടും ക്രൂര പരസ്യങ്ങൾ ഇപ്പോൾ വാരി വിതരണം ചെയ്യുന്നത്. അതിനിടയിൽ ഇടയ്ക്കൊക്കെ കുറുക്കൻ ഊരിയിടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരും. നീലക്കുറുക്കൻ രാജാവായ കഥയാണ് ചിലർ ഓർമ്മപ്പെടുത്തുന്നത്. ഇമാതിരി ഛർദ്ദിക്കൽ തന്നെയാണ് ഇടയ്ക്കിടെ യഥാർത്ഥ പിണറായി വിജയനെ കേരളത്തിന് കാട്ടിക്കൊടുക്കുന്നതും. എത്ര പുട്ടിയടിച്ചാലും അതുകൊണ്ടൊന്നും മൂടിവെക്കാൻ കഴിയാത്ത ചില സംസ്കാരമുണ്ട്. അതൊക്കെ ഇടയ്ക്കൊക്കെ ഛർദ്ദിക്കും. എത്ര PR പണിയെടുത്താലും ഉള്ളിലെ തനി സ്വഭാവം ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരും. മുഖ്യമന്ത്രി കുറച്ചുകൂടി വിവേകം കാണിക്കണമെന്നായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത്. യോഗം കലക്കാനെത്തിയ ആരെങ്കിലുമാണോ എന്ന് ഭയപ്പെട്ടിട്ടാണോ മുഖ്യമന്ത്രി ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. കെട്ട കാലത്തെ കെട്ട പ്രയോഗങ്ങൾ അത് പലപ്പോഴും പിണറായി വിജയന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. എത്ര മൂടി വെച്ചാലും ഇത്തരം ആഭാസങ്ങൾ പുറത്തെത്താതിരിക്കില്ല. ഈ പറഞ്ഞത് ഏതെങ്കിലും BJP നേതാക്കളോ ഇനി സുരേഷ് ഗോപിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ മാപ്രകൾ ചാടിയിറങ്ങി അലർച്ച നടത്തിയേനെ. ഇതിപ്പോൾ പിണറായി വിജയനായി പോയി അവർക്ക് ഭയം. ജോയ് മാത്യുവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, PR പെയിന്റ് പണിക്കാർ പുട്ടിയിട്ട് മിനിക്കിയാലും ചില തടികളുടെ പുഴുക്കുത്തുകൾ പുറത്തു വരും. ഏതാണ്ട് ഇതുപോലെ ചെറ്റത്തരം ചോദ്യം വീട്ടിൽ പോയി ചോദിക്ക്. മരോട്ടിക്ക മരത്തിൽ ആപ്പിൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചാൽ മതി. കോടികൾ പരസ്യത്തിന് മുടക്കിയ കിഫ്ബിയും PRDയും ഒക്കെ ചീറ്റി എല്ലാം ഒരൊറ്റ ഡയലോഗിൽ തീർന്നു. ഇനി കപ്പിത്താനെ എത്ര വാഷിംഗ് പൗഡർ ഇട്ട് വെളുപ്പിച്ചാലും വെളുക്കാൻ പോകില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചോദ്യങ്ങൾ കേൾക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അന്തംഗമ്മികൾ മാത്രം ആശ്വസിക്കട്ടെ, മറ്റുള്ളവർ വിമർശിക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.